ഇന്നിപ്പോൾ 2020 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാന്റെ പോരാട്ടമാണ് വളരെ പ്രധാനമായി ഉള്ളത്. നാളെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നടക്കുക. നമുക്കറിയാം, ഇന്ത്യ മത്സരിക്കുന്ന ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ടീമുകളെല്ലാം അണിനിരക്കുന്ന വളരെ ടഫായ ഒരു ഗ്രൂപ്പാണ്. നാളത്തെ മത്സരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ അലട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 4 കളികളും ജയിച്ചു എങ്കിൽ പോലും പാകിസ്ഥാനെതിരെ അല്ലാതെ മറ്റു 3 കളികളിലും ഇന്ത്യയുടെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല. സൂപ്പർ 8ലേക്ക് യോഗ്യത നേടി എങ്കിൽ പോലും ഇന്ത്യക്ക് ഓപ്പണർമാരുടെ ഫോമില്ലായ്മ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, തിലക് വർമ്മ മറ്റൊരു പ്രധാനപ്പെട്ട ബാറ്റ്സ്മാനാണ്. തിലകിൻ്റെ മെല്ലെപ്പോക്ക് ഇന്ത്യയെ വല്ലാതെ അലട്ടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആകെ പ്രതീക്ഷ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിലാണ്. സൂര്യകുമാർ യാദവ് വളരെ പ്രധാനപ്പെട്ട പ്രകടനം ഓരോ മത്സരങ്ങളിലും കാഴ്ചവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, സഞ്ജു സാംസണൊപ്പം നാളെ മത്സരത്തിന് ഇറങ്ങുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണണം. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനമായി നാളെ മാത്രമാണ് അറിയുക. ഏതായാലും വലിയൊരു മത്സരത്തിനാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ നാളെ ഇറങ്ങുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഹരി എന്നോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹരി, ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ. അതിലൊന്ന് വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക സ്പിന്നാണ്. മറ്റൊന്ന് ശിവം ദുബെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിൽ അദ്ദേഹം തൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഡെത്ത് ഓവറിലെ റൺസ് ചോർച്ച പ്രശ്നമാണ്. അഭിഷേക് ശർമ്മ എന്ന സൂപ്പർ ബാറ്ററുടെ ഫോമില്ലായ്മ പ്രശ്നമാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയെ മറികടക്കാൻ. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരങ്ങളും അതിനനുസരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ICCയുടെ ഇത്തവണത്തെ ഫിക്സ്റ്റേഴ്സിനെ പറ്റി പറയാം. ഒന്നാമത്തെ കാര്യം, ഈ സൂപ്പർ 8ലേക്ക് വരുന്ന ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ്, അതായത് ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പ് വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക, പിന്നെ സിംബാബ്വെ, ഇവർ 4 പേരും അവരവരുടെ ഗ്രൂപ്പിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അതായത് ഈ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരിൽ പ്രധാനപ്പെട്ട 4 ടീമും എതിരെയായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 2 ടീമുകൾ പുറത്തു പോവാണ്. അതായത് ഗ്രൂപ്പുകളിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന 2 ടീമുകൾ പുറത്തു പോകുന്ന ഒരു അവസ്ഥ അത് ICCയുടെ ഫിക്സ്റ്റേഴ്സിനെതിരെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ സ്ഥാനം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയാൻ. കാരണം അഭിഷേക് ശർമ്മ 3 ഡക്കുകൾ അടുപ്പിച്ചായിരുന്നെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ICC T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അഭിഷേക് ശർമ്മയാണ്. അതായത് ഓരോ ആഴ്ചയിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന റാങ്കിംഗ് ലിസ്റ്റിൽ പോലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഡക്കായിട്ട് പോലും ആ 1ാം സ്ഥാനത്തുള്ള റാങ്കിങ് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു തരത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് അഭിഷേക് ശർമ്മ ഉണ്ടാക്കുന്ന ലെഗസിയാണ്. ഇപ്പോഴും വന്നിട്ട് ആദ്യത്തെ ബോൾ തന്നെ അടിക്കാൻ ശ്രമിക്കുന്ന അഭിഷേക് ശർമ്മയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 2 മത്സരങ്ങൾക്ക് ശേഷം ഡക്കായി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയർ തന്റെ 3ാമത്തെ മത്സരത്തിൽ പതുക്കെങ്കിലും കളിച്ചു തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഒരേ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതാണ്. അത് ടീം കൊടുത്തിരിക്കുന്ന ലൈസൻസ് ആണ്.